നിങ്ങൾ ഓരോ കുട്ടിയും വന്നത് അത്ഭുതകരമായ പ്രതിഭാസമായിട്ടാണ്. നിങ്ങൾ വരുമ്പോ എന്തോ കൊണ്ടുവന്നിട്ടില്ലേ? വെറും കൈയോടെ ജനിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ഏതെങ്കിലും കുട്ടി ജനിക്കുമ്പോ കൈ ഇങ്ങനെയാണ് ഉണ്ടാവോ? ഇങ്ങനെ ഉണ്ടാവോ? എങ്ങനെ ഉണ്ടാകുക? ജനിച്ചു വീഴുമ്പോ കുട്ടിയുടെ കൈ എങ്ങനെയാ? ഇങ്ങനെയല്ലേ ഉണ്ടാകുക. അപ്പൊ എന്തോ കൊണ്ടുവന്നിട്ടില്ലേ? എന്താ കൊണ്ടുവന്ന? കിൻഡർ ജോയിയാ? ഡയറി മിൽക്ക? ഒന്നുമല്ല. കുട്ടി വരുമ്പോ കൊണ്ടുവന്നത് എന്താണെന്ന് അവൻ നാട്ടുകാരോട് വിളിച്ചു പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ടോ? അവൻ കരയുന്നില്ലേ? സാധാരണ നമ്മൾ കരയാ ഒന്നെങ്കിലും സങ്കടം കൊണ്ട്, അല്ലെ വിശന്നിട്ട്, അല്ലെങ്കിൽ പേടിച്ചിട്ട്, അല്ലേ? കുട്ടി ജനിച്ച ഉടനെ കരയുന്നത് ഇസ്രായേലും ഗാസയും തമ്മിൽ യുദ്ധം ഉണ്ടല്ലോ എന്ന് പേടിച്ചിട്ടാ? മുല്ലപ്പെരിയാർ ഡാം പൊട്ടൂന്ന് പേടിച്ചിട്ടാ? ഒന്നുമല്ല. ആ കരച്ചൽ അവൻ വിളിക്കുക. അവന്റെ ഭാഷ നമുക്ക് അറിയാഞ്ഞിട്ടാ. അവൻ വിളിക്കുക, അച്ഛാ, അമ്മേ, പഞ്ചായത്ത് മെമ്പറേ, ഓടിവാ, ഞാനിതാ പാട്ടുപാടാനുള്ള കണ്ഠം കൊണ്ടുവന്നിരിക്കുന്നു, ചിത്രം വരയ്ക്കാനും കവിത എഴുതാനുള്ള വിരലുകൾ കൊണ്ടുവന്നിരിക്കുന്നു, സ്നേഹിക്കാനുള്ള ഹൃദയം കൊണ്ടുവന്നിരിക്കുന്നു, ചിന്തിക്കാനുള്ള തലച്ചോറ് കൊണ്ടുവന്നിരിക്കുന്നു, അധ്വാനിക്കാനുള്ള കൈകൾ കൊണ്ടുവന്നിരിക്കുന്നു, നൃത്തം ചെയ്യാനുള്ള കാലുകൾ കൊണ്ടുവന്നിരിക്കുന്നു. ആരുവാങ്ങും ഇന്നാരുവാങ്ങും ആരാമത്തിന്റെ രോമാഞ്ചം. ഇതാ കുട്ടിയുടെ നിലവിളി. അപ്പൊ അച്ഛന്റെ അമ്മേന്റെ പണി എന്താ? അച്ഛന്റെ അമ്മേന്റെ പണി അത് ഏറ്റുവാങ്ങലായി. എനിക്ക് തരൂ, എനിക്ക് തരൂ പഞ്ചാര പാല് മിഠായി, പുഞ്ചിരി പഞ്ചാര പാല് മിഠായി. ഏറ്റുവാങ്ങാൻ ആളില്ലാതിരിക്കുമ്പോൾ, അവൻ കൊണ്ടുവന്നത് ആരും ഏറ്റെടുക്കാതിരിക്കുമ്പോൾ, അവൻ ആ കൈ ചുരുട്ടി പിടിച്ചിട്ട് ഈ സമൂഹത്തെ ഇടിക്കും. ആ കയ്യിൽ ബോംബെടുക്കും, കത്തിയെടുക്കും. അങ്ങനെ സർഗാത്മകതയെ ഏറ്റുവാങ്ങാൻ ആളില്ലാത്തപ്പോഴാണ് നമ്മുടെ കുട്ടികളിൽ ക്രിമിനൽ വാസന വളരുന്നത്. അതുകൊണ്ട് എന്താ വേണ്ടേ? പാട്ടുപാടുന്ന വീടുണ്ടാകുക. നിങ്ങളുടെ വീടിന്റെ ചുമരുകൾ അപ്പെക്സ് അൾട്ടിമ കമ്പനിക്ക് വേണ്ടിയല്ല, അത് നിങ്ങൾക്ക് വേണ്ടിയാ. ക്രയോൺസ് വാങ്ങുക, പെൻസിൽ വാങ്ങുക, വീട്ടിലെ ചുമരുമ്പൽ ആവുമ്പട്ടും വരച്ചിടുക. കുട്ടികളുള്ള വീട്ടിലെ ചുമര് വൃത്തിയായി കിടക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ സർഗാത്മകത ഇല്ല എന്നർത്ഥം. കുട്ടികളുള്ള വീട്ടിൽ ചുമരുകളെല്ലാം നല്ല ചിത്രങ്ങൾ കൊണ്ട്, അത് നല്ല വൃത്തിയൊന്നും ഉണ്ടാവില്ല ചിലപ്പോ. ആദ്യത്തെ ചിത്രങ്ങളെല്ലാം അബദ്ധമായിരിക്കും. ആ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ കുട്ടിയുടെ മനസ്സ് സർഗാത്മകമാണ്. എന്നാൽ ഏടിയെങ്കിലും കരിക്കറ്റ ഒരു ചുമരുമല് വരച്ചെങ്കിൽ അവിടെ വരച്ച്, അവിടെ വൃത്തിയാക്കി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന രക്ഷിതാക്കളില്ലേ, അവരാണ് ക്രിമിനലുകൾ. അവരാണ് ക്രിമിനലുകൾ. എന്റെ ചുമര് വൃത്തിയേടാക്കി എന്ന് പറയുന്നു. കാരണം ഈ കുട്ടിയെ ക്രിമിനലാക്കിയത് അവരാണ്.